ഒന്നാമത് തന്നെ ഇപ്പോൾ യൂട്യൂബ് വ്യൂസ് കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാത്തിലും. അപ്പോൾ പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലും അത് നമ്മുടെ കൗണ്ടായിട്ട് പുറത്ത് ആൾക്കാർ നോക്കുമ്പോൾ തന്നെ 1 മില്യൺ വ്യൂസ് ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മരിയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും യൂട്യൂബിൻ്റെ വക ഒരു മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ചെയ്യട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, അതായത് ഇന്ന് രാവിലെ നമുക്കൊന്നൊരു മെയിലാണ് കേട്ടോ. അപ്ഡേറ്റിംഗ് ഹൗ വി കൗണ്ട് പബ്ലിക് വ്യൂസ് ടു റിഫ്ലക്ട് യുവർ ട്രൂ എക്സ്പോഷർ. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഞൊട്ടി, ഇത് എന്താണ് ഇത് പബ്ലിക് വ്യൂസ്, ഇനിയിപ്പോൾ വ്യൂസ് കുറയ്ക്കുമോ? ഒന്നാമത് തന്നെ ഇപ്പോൾ യൂട്യൂബ് വ്യൂസ് കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാത്തിലും. അപ്പോൾ പിന്നെ വീണ്ടും കുറയ്ക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ. പക്ഷെ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇതിൽ നമുക്കിപ്പം പ്രത്യേകിച്ച് ഗുണമുണ്ടോ ദോഷമുണ്ടോ ചോദിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ആകെ ഒരൊറ്റ ഒരു പോയിന്റുള്ള അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ഈ താഴോട്ട് നോക്കുമ്പോഴത്തേന് ഇതിൽ ഇൻഡെപ്ത് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ യൂട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇത്രയും നാള് 30 സെക്കൻഡ്സ് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ 30 സെക്കൻഡ്സ് ഒരാൾ വാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾക്കത് എന്താണ് എൻഗേജ്ഡ് വ്യൂസിനകത്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ അതേ നമുക്ക് കൗണ്ടായിട്ട് വരത്തുള്ളൂ. ഈ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ അതൊരു കൗണ്ടായിട്ടോ അല്ലെങ്കിൽ എൻഗേജ് വ്യൂസിനകത്ത് വരത്തില്ല, ഒരു കൗണ്ടായിട്ട് പോലും വരില്ല. 30 സെക്കൻഡ്സ് ഒരാൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ ഉള്ള യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡെങ്കിലും ഒരാൾ നമ്മുടെ ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലും അത് നമ്മുടെ കൗണ്ടായിട്ട് പബ്ലിക് വ്യൂവേഴ്സിന്, അതായത് നമുക്കല്ല, പബ്ലിക് വ്യൂവേഴ്സിന്, അതായത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ അത് ഒരു 1 ലാക്ക് ആൾക്കാർ കണ്ടെന്ന് വെച്ചോ. അതായത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തപ്പോൾ 1 ലാക്ക് ആൾക്കാർ കണ്ടു. ബട്ട് അത് കൂടുതൽ ഇരുന്ന് കണ്ടവർ, അതായത് 30 സെക്കൻഡ്സ് മേലെ അത് ഇരുന്ന് കണ്ടവർ ജസ്റ്റ് ഒരു 1000 ആൾക്കാരായിരിക്കും. അപ്പം ഈ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോന് താഴെ ഈ 1 മില്യൺ എന്നുള്ളൊരു സംഖ്യ അവിടെ കാണിക്കും. പക്ഷേ നമ്മുടെ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത് മേ ബി 1000 ആയിരിക്കും. നമുക്ക് ഈ 1000 നിന്ന് മാത്രമേ നമുക്ക് ഏർണിങ്സ് കിട്ടത്തുള്ളൂ. അത് മോണിറ്റൈസേഷൻ ഇതൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു 1000 മാത്രമേ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ. അതായത് അത് ഞാൻ പറയും, ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക് യൂട്യൂബ് ഇത്തവണ തരുന്നത്. അതായത് നമുക്ക് 1 മില്യൺ ഒക്കെ പുറത്ത് ആൾക്കാർ നോക്കുമ്പോൾ തന്നെ 1 മില്യൺ വ്യൂസ് ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. പിന്നെ യൂട്യൂബേഴ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് 24 മുതലാണ്, അതായത് ഈ ഓഗസ്റ്റ് 24 മുതലാണ് ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. അപ്പം ഇതിൽ സന്തോഷിക്കാനുള്ള വകേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഒരു 1000 എൻഗേജ്ഡ് വ്യൂസ് ഉള്ളവർക്ക് 1000 കൗണ്ടല്ലേ കാണിക്കുള്ളൂ. ബട്ട് ഇനി മുതൽ ഒരു 1 മില്യൺ ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള ഹാപ്പി ഉള്ള ഒരു മൊമെന്റ് അല്ലേ. അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയുള്ളത്, ഇത്രയും നാൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊന്നും ഇത് ബാധകമല്ല എന്ന് കൂടെ നമ്മുടെ ഈ ഒരു മെയിലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാള് കൊടുത്തിട്ടുള്ള, അതായത് ഇത്രയും നാള് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊന്നും ഇത് ബാധകമല്ല. ഇനിയുള്ള വീഡിയോസിനാണ് ഇങ്ങനെ കൗണ്ടും ഇതും ഇങ്ങനെ വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ മെയിലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു, ടേക്ക് കെയർ ഓൾ.